പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന. ഇന്ന് വിശുദ്ധ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വിശേഷാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിശുദ്ധ ആരാധനയായി കൊണ്ടാടുന്ന ദിവസം. ഹല്ലേലൂയ. ഇന്ന് വെള്ളിയാഴ്ച പോൽക്കാലം എൻ്റെ ദൈവത്തെ സ്തുതിപ്പാൻ ഒരു നല്ല പ്രഭാതം കൂടി ദൈവം നമുക്കൊരുക്കിയതിനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഹാലിലെ എത്രയോ ജീവിതങ്ങൾ കഴിഞ്ഞ രാത്രി കണ്ടവർ പ്രഭാതം കാണാൻ കഴിയാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവനോടെ ഇരുന്ന് ജീവൻ്റെ ദാതാവായ ജീവൻ്റെ അപ്പമായ ജീവൻ്റെ ഉറവായ സർവശക്തനായ സർവജ്ഞാനിയായ മഹാദൈവമായ മഹത്വത്തിൻ്റെ ഉടയവനായ ഹല്ലേലൂയ ഏകസത്യ നിത്യദൈവമായ പുനതമ്പുരാനെ സ്തുതിപ്പാൻ ഒരു പകൽക്കാലം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആ ദൈവത്തെ പാടി പുകഴ്ത്തുന്ന ഹല്ലേലൂയ ഒരു പാട്ടിൻ്റെ 2 വരികൾ ദൈവസന്നിധിയിൽ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ എല്ലാ ദൈവമക്കളോടും കൂടെ ഇരിക്കട്ടെ. ദൈവമേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവവേദന ഒന്നിനെക്കുറിച്ചും ഇനി ചിന്ത വേണ്ട. ഹല്ലേലൂയ. ആകുല ചിന്തകളാൽ മനം ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. പാട്ടുകാരനും ഇങ്ങനെ തന്നെയാണ് പാടിയേ. ഒന്നിനെക്കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല, ഒന്നിനെക്കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു, ജീവമന്ന തന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൾ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൾ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ യാത്രയിൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒരു ദൈവ പൈതൽ ആരിൽ ആശ്രയിക്കണമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. 118 സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് അതിലും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. മനുഷ്യപുത്രന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്തോത്രം. 118 സങ്കീർത്തനം ഹല്ലേലൂയ ദൈവസനിൽ വായിക്കുവാൻ ആഗ്രഹത്തോടായിരിക്കുന്നു. അതിൻ്റെ ചില വരികൾ ദൈവസനിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അത് അങ്ങനെ തന്നെയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവവചനം പറയുമ്പം ആ പറയുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കണം. 118 സങ്കീർത്തനം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ 8 വാക്യം 118 8 വാക്യം കാതലായ വാക്യമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഹല്ലേലൂയ. ഉള്ളവരോട് ഇല്ലാത്തവൻ ചോദിക്കുന്നതും അതുപോലെ തന്നെ ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിക്കുന്നതും അത് ഈ ലോകത്തിൻ്റെ ഇതിലുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു ദൈവ പ്രത്യാശയുള്ള ഒരു ദൈവം ഇതിൽ ദൈവത്തോടാണ് കൂടുതൽ ഹല്ലേലൂയ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഓരോന്നും. ഹല്ലേലൂയ. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും എൻ്റെ ഹല്ലേലൂയ ചില കാര്യങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുമ്പം അവിടെ ഒന്നും എനിക്ക് ഒരു സഹായം, ഒരു കൈ സഹായം ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അറിയാത്ത കരങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ ഞാൻ അറിയാത്ത കരങ്ങൾ എനിക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞ് സ്തുതിക്കണം. അതേ 118 സങ്കീർത്തനം വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. അതിലുപരി പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ
മനുഷ്യനേക്കാൾ ഏറ്റവും നല്ലത് ആമേൻ യഹോവയിൽ ആശ്രയിക്കുന്നത്. അതാ ഏക സത്യദൈവമായി യേശുവിൽ ആശ്രയിച്ചാൽ പ്രിയപ്പെട്ട സഹോദര, സ്നേഹിത, ആമേൻ സഹോദരി, ഹാലലുയ, പ്രിയപ്പെട്ട ദൈവം ഇതിലെ ഹാലലുയ, ആമേൻ യേശുവിൽ ആശ്രയിച്ചാൽ നിൻ്റെ ഏത് ആവശ്യത്തിനും എൻ്റെ ദൈവം മതിയായവനെന്ന് തിരുവചനം പറയുന്നു. ഹാലലുയ. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട, നിശ്ചയമായി ദൈവത്തിലാശ്രയമേ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. 2 കൊരിന്ത്യർ 4 ചില വാക്യങ്ങൾ 4:7 വാക്യം മുതൽ ദൈവത്തിൽ സന്നിധിയിൽ വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിനെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനെ യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഹാലലുയ. ഒരു ദൈവവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഹാലലുയ ഇതിൽ എഴുതിയിരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി, ഏത് അത്യന്ത ശക്തി? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി അവൻ പകർന്നിരിക്കുന്നത് എവിടെയാണ്? ഹാലലുയ. അത് ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആമൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ഒരു ദൈവവൈദ്യൻ്റെ മൺകൂടാരമാകുന്ന ശരീരത്തിൽ അവൻ ദൈവമാണ് പകർന്നിരിക്കുന്നത്. ഹാലലുയ. ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഏത് മൺപാത്രം? നമ്മുടെ ശരീരമാകുന്ന മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അതേ ആമൻ. ഒരു ദൈവവേദന എടുക്കം വരുവാൻ, ബുദ്ധിമുട്ട് വരുവാൻ, ആമൻ ഞെരുക്കം വരുവാൻ, ആമൻ ഏത് കാര്യത്തിലാകട്ടെ, ആത്മീയത്തിലാകട്ടെ, ഭൗതികത്തിലാകട്ടെ, ശാരീരികത്തിലാകട്ടെ, സാമ്പത്തികത്തിലാകട്ടെ, ദൈവം തമ്പുരാനെ ഇവിടെ ചേർന്നിരിക്കുന്ന ഒരു ദൈവവേദന ഹാലലുയ ദൈവം ആമൻ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഏത് ബുദ്ധിമുട്ട് വന്നാലും ആമൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തോട് അടുത്തിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, ആമൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് ആമൻ ആ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലുള്ള ഒരു ദൈവ പൈതൽ ആമൻ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആമൻ. ഒരു ദൈവ പൈതൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിനെ യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അതെ ഹല്ലേലൂയ. ഈ ജീവൻ്റെ വചനം, ഈ ജീവൻ്റെ വചനം, ഈ ജീവൻ്റെ വചനം ആമേൻ ഞങ്ങളിൽ ഹല്ലേലൂയ വ്യാപരിക്കുമ്പോൾ ആമേൻ യേശുവില്ലാത്ത ദൈവമക്കളെ, യേശു ആമേൻ ആരെന്നറിയാത്ത സഹോദര, യേശു ആരെന്നറിയാത്ത ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞങ്ങൾ എന്തിനായി ഞങ്ങളിൽ ആമേൻ ഞങ്ങളുടെ മൺകൂടാരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ആത്മാവിനെ ദൈവം പകരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ജാഗരിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി ഇടപെൽ നിൽപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിൽ ആമേൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിൽ ആമേൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. ഈ ജീവൻ്റെ നാഥനെ, ആ കർത്താവിനെ ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. ആ ക്രൂശിൻ്റെ അടയാളം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നത് ആമൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ആമൻ. ദൈവവചനം നിമിത്തം എന്ത് കഷ്ടത വന്നോട്ടെ, ഏത് ഭാരങ്ങൾ വന്നോട്ടെ, ഏത് ഹല്ലേലൂയ മരിക്കത്തക്ക എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, ഏത് എതിർപ്പുകൾ വന്നോട്ടെ, എന്നാൽ എന്തിനായി ആമൻ നിങ്ങൾക്ക് വേണ്ടി ആമൻ ആമൻ നശിച്ചു പോകുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ
ഹല്ലേലൂയ ആമേൻ അവരുടെ ഇടിവിൽ നിൽക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. ആമേൻ അത് ദൈവത്തിൻ്റെ ആമേൻ മരണം നിങ്ങൾ ജീവനും വ്യാപരിക്കേണ്ടതിന് ആമേൻ ആമേൻ ഹല്ലേലൂയ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുവാൻ ഹല്ലേലൂയ. അതെ, ഈ ജീവൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ പ്രിയപ്പെട്ട സ്നേഹിത, പ്രിയപ്പെട്ട സഹോദരി, ആമേൻ എൻ്റെ കർത്താവിൻ്റെ പരവസന്നമായിരിക്കുന്നു. ഒരുങ്ങിക്കൊള്ളുക, യേശു ക്രിസ്തു വരാറായി. ആമേൻ കാലമിനി അധികമില്ല. കർത്താവായ യേശു എന്നെ ചേർപ്പാൻ ആമേൻ നിന്നെ ദൈവസ്നേഹത്തിൽ ഞാൻ ഇന്ന് വിളിക്കുന്നത് ഈ ഞാൻ നേരത്തെ മഹാസത്യത്തിലേക്ക് യേശുവിനെ ആമേൻ ചൂടടയാളമായി നിന്നെയും എൻ്റെ കർത്താവിന് വേണം. സഹോദര സഹോദരി, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കടന്നു വാ യേശുവേ. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രായി തന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും രക്ഷയിലേക്ക് കൂട്ടി വരുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.